എടോ, കണ്ണമ്മ കനവ് എന്ന സംഘടനയുടെ ഭാരവാഹിയെന്ന് അറിയാവോ തനിക്ക്? ഓ സർ. പോലീസ് റെക്കോർഡ്സിൽ കനവ് മാവോയിസ്റ്റുകളുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ അറിയില്ല തനിക്ക്? ഓ സർ. പിന്നെന്താടോ കണ്ണമ്മയ്ക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് 324, അതും ബെയിലബിൾ ഒഫൻസ്. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറെ കൈവച്ചു എന്നുള്ളതല്ല ഒഫൻസ് സർ. കണ്ണമ്മയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മാവോയിസ്റ്റുകൾ സർക്കാർ ഓഫീസ് ആക്രമിച്ചു, അതാണ് ഒഫൻസ്. മനസ്സിലായോ എനിക്ക്? ഓ സർ. അഡീഷണൽ സെക്ഷൻ ഇട്ട് ഉടനെ അവർ അറസ്റ്റ് ചെയ്തേക്ക്, ഒരു പരിഗണന വേണ്ട. സർ, മുലകൂടി മാറാത്തൊരു കുഞ്ഞുള്ള സ്ത്രീയാ. നിയമം നോക്കിയാൽ ആ കുഞ്ഞിനെ കൂടി നമ്മൾ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. പിന്നെ മാധ്യമങ്ങളോടും മനുഷ്യാവകാശക്കാരോടൊക്കെ സാർ ഉത്തരം പറയേണ്ടി വരും. ഉത്തരങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇയാളങ്ങ് പറഞ്ഞോണ്ടാ മതി. സാർ, വേറെ ഒരു മാർഗമില്ലേ സാർ? ജോലി പോകുന്നപ്പോൾ അയാൾ വലിയ ഔട്ട്ലോ കളിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇതെന്താ വൈൽഡ് സിനിമയോ? ആളും തരം നോക്കി കളിച്ചില്ല ഇങ്ങനെ ഇരിക്കും. എടോ, തന്റെ സുഹൃത്തല്ലേ നായര്? പറഞ്ഞു മനസ്സിലാക്കിയ കോശികളുടെ ഇഷ്യൂ അങ്ങ് സോൾവ് ചെയ്തോട്. ഞാൻ ശ്രമിക്കാം സാർ. ശ്രമിച്ചോ? ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ 24 മണിക്കൂറിനകത്ത് കണ്ണമ്മ അറസ്റ്റ് ചെയ്തിരിക്കണം. സാർ, താൻ ഉഴപ്പൊന്നും എനിക്കറിയാം. അറസ്റ്റ് നടന്നില്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കാനായി കണ്ണമ്മയുടെ ഫോട്ടോ ഉപയോഗിച്ച ലുക്കൗട്ട് നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് മറ്റന്നാൾ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം. സാർ പോയിക്കോ. ശരി സാർ. ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ വേണ്ടേ? അങ്ങനെ തീർക്കാൻ വേണ്ടിയല്ല സാറേ ഞാനിത് തുടങ്ങിയത്. അവനും അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഉള്ളമാർക്കൊക്കെ ഒരു ചികിത്സ വേണം. ചികിത്സ വലിച്ചില്ലെങ്കിൽ മരണം, അത് കുഴപ്പമില്ല. എൻ്റെ യൂണിഫോമോ പോലീസ് മെഡലോ പോയിട്ടുള്ളൊരു പേഴ്സണൽ ഇഷ്യൂ അല്ല സാറേ അത്. ബന്ധങ്ങളുടെ ബലം കൊണ്ട് എന്ത് ചെയ്യാന്നുള്ളൊരു ഹുങ്ക്, അതാണ് ഇഷ്യൂ. ആ ഇഷ്യൂനോടെ ഞാൻ റിയാക്ട് ചെയ്യണേ. ഇപ്പൊ കണ്ടില്ലേ, എൻ്റെ ഭാര്യ എന്നുള്ള പോട്ടെ, ഒരു ആദിവാസി പെണ്ണിനെയും കൈക്കുഞ്ഞിനെയും മാവോയിസ്റ്റാക്കി അകത്തിരിക്കാനുള്ള ഒരു ഇടപെടൽ, ബന്ധങ്ങളുടെ സ്വാധീനത്തിന്റെ ഒരു കൊഴുപ്പ്, സമ്മർദ്ദം, ഇതാണ് സാർ ഇഷ്യൂ. ഇതാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവനെത്തി. ഞാൻ ഇറങ്ങാം സാറേ. അയ്യപ്പേട്ട പോവല്ലേ? ഞാൻ ആകെ പാളം തെറ്റി നിൽക്കാം സാറേ. അയ്യപ്പേട്ട പറഞ്ഞു തീർന്നില്ല. അയ്യപ്പേട്ട ഇരിക്കും. കണ്ടോ, തെക്കുന്നിറക്കിയ ഗുണ്ടകളെ. അതെനിക്ക് നേരത്തെ റിപ്പോർട്ട് കിട്ടി. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലല്ലേ അവരെ പൊക്കാൻ നോക്കൂ. ഇഷ്യൂ ഞാൻ ഉണ്ടായിത്തരാം സാറേ, ഞാൻ ഉണ്ടായിത്തരാം. കോശിയെ വിളിക്ക്. സൈമ നായരേത്തണ്ടേ? അത് ആ ചെക്കനോട് വലിയ പ്രശ്നം ഉണ്ടാക്കാണ്ട് പുറത്തിറങ്ങാൻ പറയട്ടാ. പോലീസ് സ്റ്റേഷന് ഞങ്ങൾക്ക് ഇടപെടണതിന് പരിധി ഉണ്ട്. ഇതിലൊപ്പിടും. താൻ ബെയിൽ കണ്ടീഷൻ മോഡിഫൈ ചെയ്യാനുള്ള പെറ്റീഷൻ കൊടുത്തില്ലേ? കൊടുത്തു, പക്ഷെ പിൻവലിച്ചു. ഇവിടെ നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതാണല്ലോ സൗകര്യം. വേണ്ട, കോശി കട്ടപ്പനയ്ക്ക് വയ്ക്കോ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. അല്ലേലും ഇവന്റെ സൗകര്യത്തിന് ആജീവനാന്തോ അട്ടപ്പാടി കിടക്കാനൊന്നും എന്നെ കിട്ടുകയല്ല. അല്ല, സാറ് പറഞ്ഞു വരുന്നത് ഒരു കോംപ്രമൈസിനെ കുറിച്ചാണോ? റെഡിയാ, ഞാൻ എന്തിനും റെഡിയാ. പക്ഷേ ആദ്യം ഇവൻ എന്നെ തല്ലണം. ഞാൻ സെൽഫ് എടുക്കാത്ത വണ്ടിയാണ്. ഒരെണ്ണം ഇങ്ങോട്ട് വീണാലേ തുടങ്ങാൻ പറ്റും. എന്താടോ വെച്ച് താമസിപ്പിക്കല്ല നായരെ, വാടോ. നോക്കട്ടാ, എന്തോ ഒരു പ്രശ്നമുണ്ട്. പാളി പാളി. എഴുതിക്കണം. സ്റ്റേഷനകത്ത് വെച്ച് വധശ്രമം, എനിക്കെതിരെ കേസെടുക്ക, എന്നിട്ട് എന്നെ പിടിച്ച് അകത്തിട. എനിക്ക് പുല്ല. പക്ഷെ ഇവനെ തീർത്തിട്ടേ ഞാൻ പോവും. അവനെ പറഞ്ഞോട്. നായരെ, പിടിച്ചു മാറ്റാൻ പോലീസുകാരുള്ള സ്ഥലം തന്നെ വേണോ എന്ന് സേഫ്റ്റിക്ക്? അതും പോലീസ് സ്റ്റേഷൻ തന്നെ. ഇത് കുട്ടമണിയല്ല. മുട്ടുകാൽ ഉറപ്പുണ്ടെങ്കിൽ പുറത്തു വന്ന് മുട്ടണം. പോടാ